ബംഗാളിൽ മമതാ ബാനർജിയെ തൂക്കി എറിഞ്ഞ് BJP അധികാരത്തിലെത്തിയതിന്റെ ആഹ്ലാദ പ്രകടനം ആക്രമണങ്ങളിലേക്ക് വഴിതിരിഞ്ഞപ്പോൾ അടിച്ചു തകർത്ത ഒരു ചായക്കടയുടെ വീഡിയോ ദൃശ്യമാണ് ഈ കാണുന്നത്. ആ കടയിലിരിക്കുന്ന കലണ്ടർ കണ്ടാൽ അറിയാം ഏതോ പാവപ്പെട്ട ഒരു ഹൈന്ദവ കുടുംബം ഉപജീവന മാർഗം കണ്ടെത്തിയിരുന്ന കടയായിരുന്നു അത് എന്നത്. മതവികാരം ഇളക്കിവിട്ട് അധികാരത്തിലെത്താൻ ശ്രമിക്കുന്ന ആളുകൾക്ക് നന്നായി അറിയാം, ആക്രമണത്തിന് ഇറങ്ങുന്ന ആളുകളുടെ മുന്നിൽ ബന്ധങ്ങൾക്കോ സ്വന്തങ്ങൾക്കോ സ്ത്രീകൾക്കോ കുട്ടികൾക്കോ ഒരു സ്ഥാനവുമില്ല. അവരുടെ മുന്നിൽ ഒരൊറ്റ ലക്ഷ്യമേ ഉള്ളൂ: ആക്രമണങ്ങളും നാശനഷ്ടങ്ങളും മനുഷ്യജീവനും. ലോകത്ത് ആക്രമണങ്ങളിലൂടെ ഭരണത്തിലെത്തിയ എല്ലാ ഭരണകർത്താക്കളുടെയും പതനം എങ്ങനെയായിരുന്നു എന്ന് ചരിത്ര താളുകളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ആ ചരിത്രം രേഖപ്പെടുത്തിയ പുസ്തകത്താളുകളിൽ നമ്മുടെ രാജ്യത്തിന്റെയും ഭരണകർത്താക്കളുടെയും പേര് വരാതിരിക്കണമെങ്കിൽ ഭരണകർത്താക്കളുടെ ആഹ്വാനപ്രകാരം നിയമപാലകർ പോലും അഴിഞ്ഞാടുന്ന ഇത്തരം സംവിധാനങ്ങൾ ഇല്ലാതെയാകണം. അതിന് രാജ്യത്തിന്റെ ഭരണകർത്താക്കൾ ഏത് മതവിഭാഗത്തിൽപ്പെട്ടവനാണ് എന്നതിലല്ല കാര്യം. അതിന് മനുഷ്യനെ സഹജീവിയായി കാണാൻ പറ്റുന്ന ഒരു സംസ്കാരം രാജ്യത്ത് വളർത്തിക്കൊണ്ടുവരണം. അങ്ങനെ ഒന്ന് ഉണ്ടാകുന്നില്ല എങ്കിൽ നേരത്തെ പറഞ്ഞ ആ പുസ്തകത്താളുകളിൽ നമ്മുടെ രാജ്യത്തിന്റെയും ഭരണകർത്താക്കളുടെയും പേര് വരുന്ന കാലം വിദൂരമല്ല.